അനു പാപ്പച്ചൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, അധ്യാപിക. ശ്രീമതി അനു, ഇതൊരു ആദ്യ സംഭവമല്ല. കേരള മനസാക്ഷിയെ നടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടൽ ഉളവാക്കുന്ന ആദ്യ സംഭവമല്ല. നമുക്കറിയാം, ഇതിനു മുൻപും പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ രീതിയിൽ വീട്ടകങ്ങളിൽ നിന്ന് തന്നെ പീഡനത്തിനിരയായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം അത് മുതലെടുത്ത് വന്ന ചെറിയച്ഛനാണ് ആ കുഞ്ഞിനെ ഈ രീതിയിൽ പീഡനത്തിനിരയാക്കുകയും ഒരുപക്ഷെ അത് അമ്മ അറിഞ്ഞതാകാം മരണത്തിലേക്ക് തള്ളിവിട്ടത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവൻ ഒടുക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അമ്മയെ തള്ളിവിട്ടതെന്ന് കരുതുന്നു. ഈ വീട്ടകങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന ചൂഷണങ്ങൾ, അതിൽ എങ്ങനെയാണ് നമ്മൾ കരുതലുകൾ സ്വീകരിക്കേണ്ടത്? ഈ പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അമ്മ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന സംശയം വരുന്നു. ഒരമ്മയെ സംബന്ധിച്ച് ആ കുഞ്ഞിനെ രക്ഷിക്കുക എന്നതിന് മറ്റു മാർഗങ്ങളില്ലേ? രേണു, ഇതിനകത്ത് നമ്മൾ ആദ്യഘട്ടത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇത്തരം കേസുകൾ ആവർത്തിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നിയമത്തിന് മുന്നിലാവട്ടെ, സ്റ്റേറ്റിന്റെ മുന്നിലാവട്ടെ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടുന്ന ആളുകൾ ആരാന്ന് വെച്ചാൽ അത് കുഞ്ഞുങ്ങളാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സിസ്റ്റത്തിൽ, അത് കുടുംബത്തിനാകട്ടെ, സമൂഹത്തിലാവട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആവട്ടെ, ഏറ്റവും പതുക്കെ അല്ലെങ്കിൽ ഏറ്റവും അലസമായിട്ടാണ് പലപ്പോഴും കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്. പല സംഭവങ്ങൾ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഈ കുടുംബത്തിനകത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും അസ്വസ്ഥതകൾ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് രീതിയിലും അനീതി സംഭവിച്ചിട്ടുണ്ട്. ആദ്യം കുഞ്ഞിന് ആക്രമണം നേരിട്ടു എന്നുള്ളത്, രണ്ട് അത് കുഞ്ഞിന് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാനായിട്ട് സാഹചര്യം ഇല്ല എന്നുള്ളത്. ഇത് രണ്ടും കുഞ്ഞവിടെ നേരിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല, വളരെ ചെറിയ പ്രായമാണ്, 2.5 വയസ്സ് മുതൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതത്തിന് ഇരയായി എന്നുള്ളത് അത് 4 വയസ്സ് വരെ തുടരുകയും ചെയ്തു. അപ്പോ അത് കുഞ്ഞ് ഇത്രയും കാലം അനുഭവിച്ചത്, കുഞ്ഞിന് അത് കുഞ്ഞ് അനുഭവിച്ചത് അറിയാനുള്ള സാഹചര്യം അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അറിഞ്ഞ ശേഷം അവരുടെ പ്രതികരണം എങ്ങനെയാണ്, നേരത്തെ വക്കീല് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്നുള്ള ബോധ്യങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി സങ്കീർണമായിട്ട് വേണം ആ വിഷയങ്ങളെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, പാരന്റിങ്ങിനെ സംബന്ധിച്ച് വളരെ മോശം സമീപനമാണ് കേരളത്തിൽ പൊതുവെ ഉള്ളത്. കാരണം കുട്ടികളെ വളർത്തുന്ന രീതിയിലാവട്ടെ, കുട്ടികളുടെ സെക്സ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളിലാവട്ടെ, അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിലാവട്ടെ, ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ അച്ഛനും അമ്മയും വഴക്കിടാത്ത ഒരു സ്ഥലത്ത് പോലും കുഞ്ഞുങ്ങൾ വളരെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പീഡോഫൈലിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മളോട് മുതിർന്നു വരുമ്പോൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന അതൊരു വ്യവസ്ഥയുടെ ഒരു അടര് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു ക്രൈം നടന്നാൽ, പ്രത്യേകിച്ചും ഇതിനെ ഈ വാക്കുപോലും, ലൈംഗിക വൈകൃതം എന്നുള്ള വാക്കുപോലും വളരെ ഇന്ന് പലപ്പോഴും ചാനലിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ കണ്ട അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ ഈ അബദ്ധത്തെ നമ്മൾ വിശദീകരിക്കുന്ന രീതി തന്നെ കുറച്ചൊരു പ്രശ്നഭരിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഈ ലൈംഗിക വൈകൃതം, പീഡോഫിലിക് ആയിട്ടുള്ള പ്രവണതയെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ക്രൈം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ അറസ്റ്റിലായോ അല്ലെങ്കിൽ ജയിലിലാകുന്ന പ്രതി ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇതേ ക്രൈം തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ, ഒരു രണ്ടാമത് പിടികൂടുമ്പോൾ വീണ്ടും ഇതേ കേസ് തന്നെ ആവർത്തിക്കുന്നത് കാണുന്നു. അപ്പോൾ കേവലം ജയിലിൽ കൊണ്ടിടുക, ഇപ്പൊ ആളുകളൊക്കെ ആക്രോശിക്കുന്നു, കൊന്നുകളയണം, ഈ രീതിയിലുള്ള, അങ്ങനെയല്ലാതെ അടിസ്ഥാനപരമായി ഇത് എവിടെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്, ഇത്തരം വിഷയങ്ങൾ എവിടെയാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്നൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള ബോധ്യം, മാനവിക ബോധം എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരു നിലയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കേവലം ഒരു അച്ഛനും അമ്മയുടെയും ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ച് മറന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. പക്ഷെ നാളെ അടുത്ത ഒരിടത്ത് ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോ സ്റ്റേറ്റ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം കുടുംബം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഭാഗം തന്നെയാണ്. കൃത്യമായിട്ടുള്ള, കർശനമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പൊ നമ്മൾ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അംഗനവാടി മുതലും സ്കൂളിങ്ങിലും അല്ലെങ്കിൽ വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥലത്തൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേവലം ഒരു
നമ്മളൊരു പ്രാക്ടീസ് എന്നുള്ള കുറച്ചുകൂടി ആഴത്തിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളോട് പറയും ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതൊക്കെ പറയുമ്പോൾ സ്വന്തം അടുത്ത് നിന്ന്, സ്വന്തം വീട്ടകത്തിൽ നിന്ന്, നമ്മളെ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന കുടുംബത്തിനകത്താണ് 90% ഇത്തരത്തിലുള്ള കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷനിൽ കുട്ടിക്ക് ഇത് പറയാൻ പറ്റാത്തതിന്റെ കാരണം, ഇപ്പോൾ ഇതിൽ പല വാർത്തകളിൽ നിന്നായിട്ട് കേട്ടത് കുട്ടിക്ക് ഇത് അറിയാമായിരുന്നു, കുട്ടിക്ക് ഇത് പറയുന്നതിൽ വിഷമമുണ്ടാകാനുള്ള കാരണം ചെറിയച്ഛനുമായി അത്രയധികം അടുപ്പമുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ 3 വയസ്സ് മുതൽ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. മുറിവുകൾ ഉണ്ടാവുന്ന ഘട്ടത്തിന് മുമ്പേ തന്നെ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് കുട്ടിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, ഒരു സാഹചര്യം വീട്ടിലുണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഈ രീതിയിലാണ്. ഇത് വളരെ സങ്കീർണമായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ